ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമ്മൾക്ക് എങ്ങനെയാണ് രുചികരമായ പാവയ്ക്ക കൂട്ട് നോക്കാം. അതിനാദ്യം തന്നെ പാവയ്ക്ക ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്നിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വട്ടം വട്ടമായിട്ട് അരിയുക. ഞാനിവിടെ ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത്. പാവയ്ക്ക ആ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കുക. അപ്പോഴത്തേക്കും പാവയ്ക്കയുടെ ആ കയ്പ്പൊക്കെ കുറേ വെള്ളത്തിലോട്ട് അങ്ങ് പോയി കിട്ടും. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ആ പാവയ്ക്കയെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ആ പാവയ്ക്ക കഷ്ണങ്ങൾ ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റുക. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലും ഞാൻ നല്ലെണ്ണ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, അതുകൊണ്ട് നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലെണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും താളിച്ചതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞ് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഒന്നോ രണ്ടോ തക്കാളി, 1.5 പാവയ്ക്കയുടെ സൈസ് അനുസരിച്ച് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റിയിട്ട് നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ തിരിച്ച് വരുന്ന ആ ഒരു സ്റ്റേജ്, അതായത് ആ തക്കാളി നന്നായിട്ട് സ്മാഷായി സോഫ്റ്റായി വരുന്ന സ്റ്റേജ് വരെ ഈ തക്കാളിയും ഉള്ളിയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5-2 ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ എണ്ണയിലിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു അടപ്പെടുത്ത് വെച്ച് പാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിൽ. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ആ കൂട്ടൊന്ന് ഇളക്കി കൊടുത്ത് പാവയ്ക്ക ഒന്ന് വെന്ത് വരുന്നത് വരെ റെഡിയാക്കി എടുക്കുക. വളരെ നല്ല ടേസ്റ്റി ആയിട്ട് രുചികരമായിട്ടുള്ള പാവയ്ക്ക കൂട്ട് റെഡി.